ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമൻ പി എസ് സി ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹിസ്റ്ററിയുടെ ഒരു PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് വരാൻ പോകുന്ന പരീക്ഷകളിൽ നമുക്ക് ബെബ്കോ LDC വരുന്നുണ്ട്, VFA ഉണ്ട്, അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് വരുന്നുണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾക്കെല്ലാം നമുക്ക് നേരത്തെ ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പം ആ ഒരു ചിന്താഗതിയോടുകൂടി ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു PYQ സീരീസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ PYQ സീരീസിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ LDCയിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ യൂസ്ഫുൾ ആകുമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ പഠിക്കുന്ന ആ ഒരു സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പോർഷൻസ് നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അത് മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ക്വസ്റ്റ്യൻസിനകത്ത് ചോദിച്ച ചോദ്യമാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ഈ ഒരു പോയിന്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാര്യം നമ്മൾ PSC പഠിക്കുന്ന സമയം തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റാണ് ഏത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ട ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. അതായത് ഇതിനകത്തൊരു 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ശരിയേത് തെറ്റേത് എന്നല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനകത്തും വീണ്ടും സബ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ടിക്ക് മാർക്ക് ചെയ്യണം. തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ തെറ്റ് മാർക്ക് ചെയ്യണം. അങ്ങനെ 4 നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഓപ്ഷൻസിനകത്ത് ഇത് ഏതാണെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായവയെന്നുള്ളതാണോ അതോ തെറ്റായത് എന്നാണോ ചോദിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ശരിയായിട്ടുള്ളതിനെല്ലാം ടിക്ക് ചെയ്യുന്നു. ടിക്ക് ചെയ്തതിന് ശേഷം ഈ ടിക്ക് ചെയ്തതിനെ ബേസ് ചെയ്ത് ഓപ്ഷൻസ് നമ്മൾ പിക്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വായിച്ചു മനസ്സിലാക്കി ശരിയേത് തെറ്റേത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ ഓപ്ഷൻസ് വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വായിക്കേണ്ടി വരും. അപ്പം നമ്മുടെ സമയം അത്രയും നഷ്ടപ്പെടും. അപ്പം സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഹിസ്റ്ററിയിൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ നമ്മൾ വർഷം ശ്രദ്ധിക്കണം. പിന്നെ തന്നിരിക്കുന്ന ഡേറ്റുകൾ, ആളുടെ പേര്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ഓപ്ഷൻസ് എല്ലാം കറക്റ്റാണോ അല്ലെ തെറ്റാണോ എന്ന് മാർക്ക് ചെയ്ത്, അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തെറ്റാണോ എന്ന് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? സബ് ഓപ്ഷൻസ് പിക്ക് ചെയ്ത് ആൻസർ ചെയ്താൽ. അപ്പോൾ ഇത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? ടിക്ക് ചെയ്തു. ഇനി ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 എന്നാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് തന്നെ റൗലറ്റ് നിയമത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് അല്ലേ? റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരങ്ങളാണ് എന്ത് ചെയ്തത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വേണ്ടി കാരണമായത്. അപ്പം ഏത് വർഷമായിരിക്കും? റൗലറ്റ് നിയമം വന്നത് നമുക്കറിയാം 1919. അപ്പോൾ ഇവിടെ എന്താണ്? വർഷമാണ് ഇവിടുത്തെ തെറ്റ്. 1921 എന്നുള്ളതല്ല, 1919 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി നോക്കി, 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു എന്ന് സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ നോക്കിയേ, ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? ഇത് കറക്റ്റാണ്. അതായത് 1948 ജനുവരി 20 നമ്മുടെ ഗോഡ്സെയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ പ്രാർത്ഥന നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞെങ്കിലും എന്ത് ചെയ്തു? ഗാന്ധിജി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ 1948 ജനുവരി 20 ഗാന്ധിജിക്കെതിരെ എന്ത് നടന്നിട്ടുണ്ട്? ഒരു വധശ്രമം നടന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പോയതിനു ശേഷമാണ് എന്ത് ചെയ്തത്? 1948 ജനുവരി 30 എന്ത് ചെയ്യുന്നത്? ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത്. അന്നേ ദിവസം നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. ഇനി നോക്കി, രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? രണ്ടാം വട്ടമേശ സമ്മേളനം നമ്മളിത് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് വട്ടമേശ സമ്മേളനമാണോ നടന്നത് അത് ഏത് വർഷമാണ് നടന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ വട്ടമേശ സമ്മേളനത്തിൽ നിന്നും 1 കുറച്ചാൽ മതിയെന്ന്. അതായത് ഒന്നാം വട്ടമേശ സമ്മേളനമാണെങ്കിൽ അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ ഏത്? 1930 കിട്ടും.
രണ്ടാം വട്ടമേശ സമ്മേളനമാണെങ്കിൽ 1 കുറയ്ക്കുമ്പോൾ ഏത് കിട്ടും? 1931 കിട്ടും. മൂന്നാം വട്ടമേശ സമ്മേളനമാണെങ്കിൽ 1932 എന്ന് കിട്ടും. അപ്പോൾ 1930കളിലാണ് എന്ത് നടക്കുന്നത്? വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. നമ്മളങ്ങനെ കാണാതൊന്നും പഠിച്ചു വെക്കേണ്ട. എന്ത് ചെയ്താൽ മതി? ഓരോന്ന് വെച്ച് കുറച്ചാൽ മതി. എത്രാമത്തെ വട്ടമേശ സമ്മേളനമാണോ അതിൽ നിന്നൊന്ന് കുറച്ചാൽ അതിൻ്റെ വർഷത്തിൻ്റെ അവസാന ഡിജിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, ഇതിനകത്തിലെ ഉത്തരം ഏതൊക്കെയാണ് വരുന്നത്? രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ നടന്നു എന്നാണ് പറഞ്ഞത്. ഇത് ശരിയാണേ. ഇത് മാറിപ്പോയതാ. ഇത് ശരിയാണേ. 1948 ജനുവരി 20 എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു എന്നുള്ളത് ശരിയാണ്. അടുത്ത് നോക്കി, രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ നടന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഇതും ശരിയാണ്. അപ്പോൾ 3 പോയിന്റുകൾ ശരിയാണ്. ഇത് മാത്രം നമ്മുടെ തെറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ സബ് ഓപ്ഷൻ പിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കേ, ശരിയായവയാണ് ചോദിച്ചത്. 1, 2 ഇവിടെ വരെ വായിക്കുമ്പോഴേ ഈ ഓപ്ഷൻ ക്യാൻസലായി. ഇനി 2 മാത്രം. ഇത് നോക്കിക്കേ, ശരിയായവയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായവയ്ക്കകത്ത് 2 വരുമോ? അതവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ അവരെങ്ങനെ ഇട്ടിരിക്കുന്നത്? ശരിയായവയല്ല, ഇവിടെ തെറ്റായവയാണ് വന്നിരുന്നതെങ്കിൽ ഈ ഓപ്ഷൻ എന്ത് ചെയ്തേനെ? കറക്റ്റ് ആയതിനെ. അപ്പം നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ ഒരു അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പം 2 മാത്രം എന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടുത്തെ ഈ ഒരു കാര്യം നമ്മളങ്ങ് മറന്നുപോകും. ഇനി അടുത്തത് നോക്കിക്കേ, 1, 2, 4 ശരി. അപ്പം അതിനകത്ത് എന്താണ്? 1 ശരി, 2 അല്ല 1, 3, 4 ശരി. 1 ശരി, 3 ശരി, 4 ശരി. അപ്പോൾ ഏതാണ്? ഇവിടെ ആൻസറായി. ഇനി നമ്മൾ ഈ ഓപ്ഷനിലേക്ക് നോക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? 3, 4 മാത്രം ശരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ശരിയാണ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് വേണം പിക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ വേർഡ്. ശരിയായവയാണോ തെറ്റായവയാണോ എന്ന് മനസ്സിലായതിനു ശേഷം മാത്രം സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. എന്നിട്ട് ഇതേ ഓർഡറിൽ ആൻസർ ചെയ്യുക. അപ്പോൾ നോക്കി, ക്രിപ്സ് മിഷൻ്റെ നമുക്ക് ഓരോ പോയിന്റിൻ്റെയും എക്സ്പ്ലനേഷൻസ്, ജസ്റ്റ് റിലേറ്റഡ് ഫാക്ട്സ് നോക്കി പോകാം. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. വർഷം 1942. 1942 നമ്മുടെ ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇത് ഇന്ത്യയിലെ അവസാന ബഹുജന പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന സമരമാണ് ഇത് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരം 1942 നടന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് അരുണ ആസിഫലിയാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ് എന്ത്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായകൻ. ഇനി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് ഏത് സമരവുമായി ബന്ധപ്പെട്ട വാക്യാണ്? ഇത് പ്രീവിയസ് ആയിട്ട് ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുള്ള പോയിൻ്റാണിത്. പണ്ടത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡു ഓർ ഡൈ എന്നുള്ളത് പഠിക്കേണ്ടത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് ദുരന്തം എങ്ങനെയാണ് നടന്നത്? റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ആൾക്കാർക്ക് നേരെ എന്ത് ചെയ്തതാണ്? വെടിവെപ്പ് നടത്തിയതാണ് ഏതെന്ന് പറയുന്നത്? ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 379 പേരോളമാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് നടന്ന വർഷം 1919. നമ്മൾ റൗലറ്റ് നിയമമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ഈ വർഷം നമുക്ക് കിട്ടും. ആ ഒരു നിയമം കൊണ്ടുവന്നു. ആ ഒരു നിയമത്തിനെ ഗാന്ധിജി എന്ത് നിയമം എന്നാണ് വിശേഷിപ്പിച്ചത്? കരി നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ തടവിൽ വെക്കാനും അല്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമ്മളതിനെതിരെ നൽകുന്ന അപ്പീലിനെ അവർക്ക് അവഗണിക്കാനും ഒരു കാരണമില്ലാതെ നമ്മളെ തടവിലാക്കാനും ഒക്കെ പറ്റും എന്ന രീതിയിൽ റൗലറ്റ് കൊണ്ടുവന്ന നിയമമാണ് റൗലറ്റ് നിയമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെതിരെ നടന്ന ഒരു പ്രതിഷേധത്തിലേക്ക് നടന്ന വെടിവെപ്പാണ് ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്? ഇതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്നത്. എന്നൊക്കെ ഈ ജാലിയൻ വാലാബാഗിന് കാരണമായ നിയമം നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ചെംസ്ഫോർഡ് ആണ്. ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലത്താണ് എന്ത് ചെയ്തത്? ഈ റൗലറ്റ് നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ ഈ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച നമ്മുടെ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലുവിനെയൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് പോയി തടവിലാക്കിയതിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് എന്തിലേക്ക് നയിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത്. അപ്പോൾ നോക്കി, ഈ റൗലറ്റ് നിയമം നടപ്പിലാക്കിയത് 1919
ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലത്താണ്. എന്നാൽ ഈ റൗലറ്റ് നിയമം പിൻവലിച്ചത് 1922 റീഡിംഗ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ചെംസ്ഫോർഡ് പ്രഭുവാണ് ഇത് നിലവിൽ വരുന്ന സമയത്തെ നമ്മുടെ വൈസ്രോയ് എന്ന് പറയുന്നത്. പിൻവലിച്ച സമയത്ത് ആരാണ്? റീഡിംഗ് പ്രഭുവാണെന്ന് ഓർത്തിരിക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചതെന്ന് പ്രീവിയസ് ചോദ്യമാണ്. ഏതാണ്? ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഓർഡറാണ് ക്രൗളിംഗ് ഓർഡർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇനി നോക്കി, വട്ടമേശ സമ്മേളനങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വട്ടമേശ സമ്മേളനങ്ങളുടെ വർഷങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ വട്ടമേശ സമ്മേളനങ്ങളുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലണ്ടനിലെ ജെയിംസ് പാലസ് ആണ്. ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് എന്ത് ചെയ്തത്? വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഇനി ഈ വട്ടമേശ സമ്മേളനങ്ങളുടെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് റാംസേ മക്ഡൊണാൾഡ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡാണ് ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത്. അപ്പം പ്രീവിയസ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണെന്ന്. അത് രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം കോൺഗ്രസിൻ്റെയും അതേപോലെ ഗാന്ധിജിയുടെയും സപ്പോർട്ടില്ലാതെ ഒന്നും നടക്കത്തില്ല എന്നൊരു ചിന്താഗതി വന്നതോടുകൂടി എന്ത് ചെയ്തു? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കണമെന്ന ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ അദ്ദേഹം പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. ആകെ ഒറ്റ ഒരു വട്ടമേശ സമ്മേളനത്തിലെ പങ്കെടുത്തിട്ടുള്ളൂ. ഇനി നോക്കിയേ, ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇർവിൻ പ്രഭുവായിരുന്നു എന്ത്? നമ്മുടെ വൈസ്രോയി എന്ന് പറയുന്നത്. 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പം ഇർവിൻ പ്രഭുവായിരുന്നു. എന്നാൽ 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് വൈസ്രോയി എന്ന് പറഞ്ഞത് വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. ഇത് മാറിപ്പോകരുത്. ഇർവിൻ പ്രഭുവാണ് ഒന്നാമത്തത്. 2ഉം 3ഉം വരുമ്പോൾ ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണെന്ന് ഓർത്തിരിക്കണം. ഇനി നോക്കി, അടുത്ത ചോദ്യമാണ്. ഇതിപ്പം PSC ചോദിക്കുന്ന ഒരു സ്ഥിരം പാറ്റേൺ ആണ്. ഏതെങ്കിലും 2-3-4 ചരിത്ര സംഭവങ്ങൾ തന്നിട്ട് ഇതിനെ അതിൻ്റെ ഇയറിൻ്റെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അങ്ങനെ LDക്ക് ചോദിച്ച ചോദ്യമാണ്, വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. അപ്പോൾ ഇതിൻ്റെ വർഷത്തിൻ്റെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നോക്കി, ഇവിടെ തന്നെ നേരിട്ട് നമ്മൾ അതിൻ്റെ വർഷം എഴുതുക. 1924 എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ചാന്നാർ ലഹള 1859 നടക്കുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടക്കുന്നു. മലബാർ കലാപം 1921 നടക്കുന്നു. അപ്പം നമുക്ക് വർഷം കിട്ടി. ഇനി നമ്മളിത് ഇങ്ങനെ ഈ ഓപ്ഷൻ വെച്ച് അറേഞ്ച് ചെയ്യാൻ നിൽക്കാതെ ഇവിടെ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഓരോ നമ്പർ ഇടുക. ഒന്നാമത് ഏതാണ്? 1859 ചാന്നാർ ലഹളയാണ്. രണ്ടാമത് വരുന്നത് 1921 മലബാർ കലാപം. മൂന്നാമത് 1924 വൈക്കം സത്യാഗ്രഹം. നാലാമതാണ് എന്ത് വരുന്നത്? നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ഇനി ഈ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഉത്തരം ഏതാണെന്ന് കണ്ടു നോക്കുക. നോക്കിക്കേ, രണ്ടാമത്തെ ഏതാണ്? ചാന്നാർ ലഹള അല്ലേ? ഇവിടെ വേണ്ട 2 വന്നിട്ടുണ്ട്. ഈ 2-നാണ് ഒന്നാം സ്ഥാനം. അപ്പം ചാന്നാർ ലഹള. നാലാമത്തതാണ് ഏതെന്ന് പറയുന്നത്? മലബാർ കലാപം. രണ്ടാം സ്ഥാനത്ത് വന്ന ഏതാണ്? നാലാമത്തെ പോയിൻ്റാണ്. വൈക്കം സത്യാഗ്രഹമാണ് എന്ത് വന്നത്? മൂന്നാമത്തെ പോയിൻ്റായിട്ട് വന്നത്. ഇനി അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം എന്ത് ചെയ്തു? നാലാമത്തെ സ്ഥാനത്ത് വന്നു. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ സ്ഥാനം, രണ്ടാമത്തെ സ്ഥാനം എന്ന് നോക്കി എന്ത് ചെയ്യുക? നമ്മളതിനെ അറേഞ്ച് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർഷം മാറിപ്പോവും. ഇനി നോക്കി, ഇനി ഇതുപോലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചരിത്ര സംഭവങ്ങളുടെ വർഷം നമുക്കൊന്ന് നോക്കി പോവാം. കുണ്ടറ വിളംബരം 1809 ജനുവരി 11 എന്ത് നടക്കുന്നത്? കുണ്ടറ വിളംബരം നടക്കുന്നത്. കുറിച്യൽ ലഹള 812 രാമനമ്പി നേതാവായിരുന്ന ലഹളയാണ് ഇത് കുറിച്യൽ ലഹള എന്ന് പറയുന്നത്. ഇനി ചാന്നാർ ലഹള എന്നാണ്? 1859 നടന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുലയ ലഹള 1915. പെരുന്നാട് ലഹളയും എന്ന് തന്നെയാണ് 1915. രണ്ടും എന്നാണ്? 1915 അടുത്തത് വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ഏത് വർഷം? 1921 വാഗൺ ട്രാജഡി നടന്നത്. ഇനി നോക്കി, വൈക്കം സത്യാഗ്രഹം
1924 നടന്നു. വൈക്കം ക്ഷേത്രത്തിലെ നടവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നതാണ് ഇത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി ശുചീന്ദ്രം സത്യാഗ്രഹവും എന്ത് തന്നെയാണ്? ശുചീന്ദ്രം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന സത്യാഗ്രഹമാണ് 1926 2 വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് നടന്നത്. കേരള ഉപ്പ് സത്യാഗ്രഹം 1930 ഇമ്പോർട്ടൻ്റ് ആണ്. നിവർത്തന പ്രക്ഷോഭം അല്ലേ, നമ്മുടെ 1932 നിവർത്തന പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. വൈദ്യുതി പ്രക്ഷോഭം എന്നാണ് 1936, അതായത് വൈദ്യുതി തൃശ്ശൂർ ജില്ലയിലെ വൈദ്യുതി എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റൈസ് ചെയ്യുന്ന സമയത്ത് ഇന്ന കമ്പനിക്ക് കൊടുത്തു എന്നതിൻ്റെ പേരിൽ RK ഷൺമുഖം ചെട്ടിക്കെതിരെ നടന്ന സമരമാണ് ഇത് വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം 1936 നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവായിരുന്ന സമയത്ത് വിളംബരം ചെയ്താണ് എന്ത് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. പട്ടിണി ജാഥ AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ മലബാറിലെ ശോചനീയാവസ്ഥ നമ്മുടെ മദ്രാസ് ഗവൺമെൻറ്റിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെ AKGയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഏതെന്ന് പറയുന്നത് പട്ടിണി ജാഥ എന്ന് പറയുന്നത്. ഇനി കടയ്ക്കൽ പ്രക്ഷോഭം 1938 ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി ഇങ്ങോട്ട് വരുന്ന എല്ലാ സമരങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. മൊറഴ സമരം 1940 കയ്യൂര് സമരം 1941 കീഴരിയൂർ ബോംബ് കേസ് പ്രീവിയസ് ചോദ്യമാണ്. അതായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവമാണ് ഇത് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വർഷം കണക്ട് ചെയ്യാൻ പറ്റും. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ അതേ വർഷമായ 1942 തന്നെയാണ് എന്ത് കീഴരിയൂർ ബോംബ് കേസും നടന്നത്. ഇനി അതേപോലെ പുന്നപ്പറ വയലാർ സമരം 1946 നമ്മുടെ VS അച്യുതാനന്ദനൊക്കെ പങ്കെടുത്തിരുന്ന സമരമാണ് ഇത് പുന്നപ്പറ വയലാർ സമരം എന്ന് പറയുന്നത് 1946. പാലിയം സത്യാഗ്രഹം 1947. ഇതിനകത്തിലെ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ പാറ്റേണിൽ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ല പോയിൻറ്റ്സ് ആണ് ഈ വരുന്ന എല്ലാ ചരിത്ര സംഭവങ്ങളും. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർഷം പഠിച്ചു വെച്ചിരിക്കണം. മുന്നേ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പാറ്റേൺ പോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണേലും ഇത് ചോദിക്കാം. ഇനി നോക്കി, ഈ ഒരു ചോദ്യം നമ്മുടെ തിരുവനന്തപുരത്തും അതേപോലെ കൊല്ലത്തും റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു പോയിൻ്റാണ് നാറ്റോ എന്ന് പറയുന്നത്. നാറ്റോ എന്ന് പറയുന്നത് ഏത് വർഷമാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 1949 തന്നെയാണ്. ഇവിടെ ഈ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാറ്റോയുമായി ബന്ധമില്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1949 രൂപീകരിക്കപ്പെട്ടു അല്ലെ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയല്ല, ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ നാറ്റോയുടെ ആസ്ഥാനം. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അത് കറക്റ്റാണ്. ആകെ മൊത്തം 32 അംഗങ്ങളാണുള്ളത്. ഇതിൽ 32ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ഇനി റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയുള്ള ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഈ ചോദ്യം ആദ്യം വന്നപ്പോഴേക്കും ഇതിനകത്ത് നിന്ന് അങ്ങനെ റീസെൻ്റായിട്ട് ചോദ്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തു നിന്ന് അധികം ചോദിക്കാറില്ലായിരുന്നു. പക്ഷേ കൊല്ലം ജില്ല വന്നപ്പോൾ ഇത് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതായിരുന്നു അവർ കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം, നാറ്റോയുടെ ആസ്ഥാനം ഏതെന്നാണ് കൊല്ലം ജില്ലയിൽ ചോദിച്ചത്. അപ്പം ഇതെടുത്ത് പ്രീവിയസ് പഠിച്ച് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈസി ആയിട്ട് ആ ഒരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നോക്കിയേ, നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷനാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഇത് സ്ഥാപിതമായത് നമ്മൾ ഈ പറഞ്ഞ പോലെ 1949 ഏപ്രിൽ 4-ാം തീയതിയാണ്. ഇനി നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ബ്രസൽസ്, ബെൽജിയം. അപ്പം ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റും 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റുമാണ്. ഇനി നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. അപ്പോൾ 2 പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഇനിയും വരുന്ന പരീക്ഷകളിലും ചോദിക്കാം. അപ്പം ആകെ മൊത്തം 32 രാജ്യങ്ങളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി പക്ഷേ ഇത് സ്ഥാപിതമാകുന്ന സമയത്ത് ഇതിനകത്താകെ 12 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 12 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ ഇതിനകത്ത് എത്ര രാജ്യങ്ങളുണ്ട്? 32 രാജ്യങ്ങളുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇതുമായി ബന്ധമില്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാമത്തതിന് ബന്ധമില്ല, 4ാമത്തതിനും ബന്ധമില്ല. അപ്പോൾ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ D ആണ് വരുന്നത്. 2ാമത്തതിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, 4ാമത്തതിനും ബന്ധമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വരുമ്പോൾ ഏതാണ് ചോദിക്കുന്നത് എന്നുള്ളത് നോക്കി വേണം ഓപ്ഷൻസ് മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നോക്കിയേ, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, റോബ്സ്പിയർ
ജക്കോബിയൻ ക്ലബ്ബാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ഈ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടവരാണ് ആര്? റോബ്സ്പിയറും അതേപോലെ നമ്മുടെ ജക്കോബിയൻ ക്ലബ്ബും ഒക്കെ. ഏപ്രിൽ തിസീസ് ഇത് വന്നിരിക്കുന്ന ലെനിനാണ്. ലെനിൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഏത്? ആരെന്ന് പറയുന്നത്? ലെനിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടയറും ലോങ് മാർച്ച് മാവോ സേതുങ്ങും. ആരാണ്? നമ്മുടെ ചൈനയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ലോങ് മാർച്ച് മാവോ സേതുങ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഈ റോബ്സ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഭരണഘടന മാറിയിട്ട്, അതായത് റിപ്പബ്ലിക്കൻ ഭരണഘടന, രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഫ്രഞ്ച് പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? ജാക്കോബിയൻ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേതാവായിരുന്ന വ്യക്തിയാണ് ആര്? റോബ്സ്പിയർ എന്ന് പറയുന്നത്. റോബ്സ്പിയർ ഇതിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഈ പ്രസ്ഥാനം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിൽക്കാലത്ത് ഇതിൻ്റെ എതിരാളികളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച ആയുധമാണ് ഏതെന്ന്? ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജക്കോബിൻ ക്ലബ്ബിലെ ആൾക്കാരെ എന്ത് ചെയ്തത്? അവർ എതിരാളികളെ വധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണ് ഗില്ലറ്റിൻ. ഈ ഗില്ലറ്റിൻ ഇരയായി മരിച്ച വ്യക്തി കൂടിയാണ് ആര്? റോബ്സ്പിയർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇനി പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണെന്ന്. അത് അന്റോണിയോ ലാവോസിയാണ്. ഒരുപാട് വട്ടം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ആര്? അന്റോണിയോ ലാവോസി എന്ന് പറയുന്നത്. ഇനി നോക്കി, ലെനിൻ സ്വിറ്റ്സർലൻഡിലെ പ്രവാസത്തിൽ നിന്നും പെട്രോഗാഡിലേക്ക് വന്ന സമയത്ത് അനുയായികൾക്ക് കൊടുത്ത 10 നിർദ്ദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. അപ്പം ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്? ലെനിനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. റോബ്സ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ടും ബന്ധപ്പെട്ടതാണ്. ഇനിയുള്ളത് സ്പിരിറ്റ് ഓഫ് ലോ. സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. അതായത് ഇവിടെ ഇത് വോൾട്ടയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന കൃതി ആരുടെ കൃതിയാണ്? മൊണ്ടസ്ക്യൂവിൻ്റെ കൃതിയാണ്. ഇതായിരുന്നു ഇതിനകത്തിലെ മിസ്റ്റേക്കായിട്ട് വന്നത്. മൊണ്ടസ്ക്യൂവിൻ്റെ കൃതിയാണ് ഏത്? സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ലോങ് മാർച്ച്. ലോങ് മാർച്ച് ആരാണ്? മാവോ സേതുങ് തന്നെയാണ് നേതൃത്വം നൽകിയ ഒരു യാത്രയാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഏകദേശം 12,000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചൊരു യാത്രയാണ്. അതായത് ഈ പോകുന്ന വഴിയെല്ലാം കൃഷിഭൂമികളും ഗ്രാമങ്ങളും ഒക്കെ വലിയ പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ ഒരു സംഭവമാണ് ഏത്? ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 12,000 കിലോമീറ്ററോളം നടന്ന ഒരു യാത്രയാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാൻസിൽ നിന്നും ആരംഭിച്ച യാത്രയാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഇനി ഏകദേശം 12,000-ഓളം കിലോമീറ്ററുകളാണ് ഈ ഒരു യാത്രയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഇവരെന്ത് ചെയ്തു? പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് കൃഷിസ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെ പിടിച്ച് ആർക്ക് നൽകി? നമ്മുടെ കൃഷിക്കാർക്ക് നൽകി. അപ്പോൾ ഈ ഒരു പോയിന്റിനകത്ത് നമുക്ക് ഏതാണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്? ഇത് മാത്രമാണ് തെറ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് മാത്രം കണ്ടുപിടിക്കാനാണ്. ഏതാ? 3 മാത്രം. ഇത് മാത്രമാണ് തെറ്റ്. ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. അപ്പം 3ാമത്തെ പോയിന്റ് മാത്രമാണ് അതിനകത്ത് തെറ്റ്. ഇനി നോക്കിയേ, അടുത്തതാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതും ഒരു നേരത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ഇടയ്ക്ക് ചോദിക്കാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറച്ച് ക്ലൂസ് തന്നിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനകത്ത് ശരി ഏത് തെറ്റ് ഏതെന്ന് കണ്ടുപിടിക്കാനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പം തിരുവനന്തപുരത്ത് ചോദിച്ചിരുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനകത്ത് കറക്റ്റ് ഏതാണ് തെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷേ കൊല്ലത്ത് ചോദിച്ചത് ഒരാളുടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് അയാൾ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ നോക്കിയേ, താഴെ കൊടുത്തതിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. എന്തുകൊണ്ടാണ്? ഗാന്ധിജിയുമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു. അതുമാത്രമല്ല, ഗാന്ധിജിയെ പോലെ വളരെ സ്ട്രോങ് ആയിട്ട് അഹിംസയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം മരിച്ചത് 1988 ജനുവരി 20 എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് എന്നാണ്? 1890 ഫെബ്രുവരി 6 പെഷവാറിലാണ്, അല്ലെങ്കിൽ പെഷവാർ പ്രവിശ്യയിലാണ് ആര് ജനിക്കുന്നത്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ജനിക്കുന്നത്.
ഇദ്ദേഹം അന്തരിച്ചത് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ 1988 നമ്മുടെ ജനുവരി 20-നാണ് ഇദ്ദേഹം അന്തരിച്ചത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. 1987 ഭാരതരത്നം ലഭിച്ചു. ഈ പോയിന്റ് പ്രീവിയസ് ആയിട്ട് പണ്ട് ചോദിച്ചിരുന്ന ഒരു പോയിന്റ് എന്നുള്ളതാണ്. അതായത് ആദ്യമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശി ആരാണെന്ന് പ്രീവിയസ് ആയിട്ട് ഈ ഒരു ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏത് വർഷമാണ്? 1987-ലാണ്. അപ്പം ഇന്ത്യയിൽ നിന്ന് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശി ആരാണെന്ന് ചോദിച്ചാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. 1987-ലാണ് അദ്ദേഹത്തിന് നമ്മുടെ രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചത്. ഇനി നോക്കിക്കേ, അപ്പോൾ രണ്ടാമത്തെ ആളാരാണ്? നമ്മുടെ രണ്ടാമത് ഭാരതരത്നം ലഭിച്ച വിദേശി ആരാണെന്ന് ചോദിച്ചാൽ അത് നെൽസൺ മണ്ടേലയാണ്. ഇദ്ദേഹത്തിന് 1987 കൊടുത്തിട്ടുണ്ടെങ്കിൽ നെൽസൺ മണ്ടേലയ്ക്ക് 1990-ലാണ് എന്ത് കൊടുക്കുന്നത്? ഭാരതരത്നം കൊടുക്കുന്നത്. 1951 നമ്മുടെ പൗരത്വം സ്വീകരിച്ച നമ്മുടെ മദർ തെരേസയ്ക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. 1951 മദർ തെരേസ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് കൊണ്ട് എന്ത് ചെയ്തില്ല? അവർ വിദേശി വനിത എന്ന് അറിയപ്പെട്ടില്ല. ആദ്യത്തെ വിദേശി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും, രണ്ടാമത്തെ വിദേശി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെൽസൺ മണ്ടേലയാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ നോക്കിക്കേ, ഇനി ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശിയാണ്. 1921 ഇദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനങ്ങളുണ്ട്. അതായത് ഈ പ്രസ്ഥാനങ്ങൾ ഇനി വേണേൽ ചോദിക്കാം. അഫ്ഗാൻ പുനരുദ്ധാരണ സഭയും പഷ്തൂൺ കൂട്ടായ്മയും ആരുടെ പ്രസ്ഥാനങ്ങളാണ്? ആര് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണെന്ന് ചോദിച്ചാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ഡയറക്റ്റ് ചോദിച്ചില്ല, ഇതാണ് ചോദിച്ചത്. നെക്സ്റ്റ് ടൈം വേണേൽ ഇത് ചോദിക്കാം. 1890 ഫെബ്രുവരി 6-നാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഹുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ച വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയായതുകൊണ്ട് തന്നെ ഇതിനകത്തിലെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് സ്ഥിരം നമ്മുടെ PSC പരീക്ഷകളിലുള്ളൊരു ടോപ്പിക്കാണ്. അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ചോദിച്ച് ഒരുപാട് വട്ടം റിപ്പീറ്റേഷൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇത് രൂപീകരിച്ച വർഷം 1953-ആണ്. ഇതെന്താണ്? കറക്റ്റാണ്. 1953-ലാണ് ഇത് രൂപീകരിച്ചത്. ഇനി നോക്കി, ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അതെന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഷാ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അടിയന്തരാവസ്ഥ അല്ലെ എമർജൻസിയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഷാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കി, ഫസൽ അലി, HN ഖുസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. അത് കറക്റ്റാണ്. ഇവരെ കൂടാതെ ഇതിനകത്ത് ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. അതാരാണ്? KM പണിക്കർ എന്ന് പറയുന്ന മലയാളി കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് കാവാലം മാധവ പണിക്കർ എന്ന സർദാർ KM പണിക്കരും എന്തായിരുന്നു? ഈ കമ്മിറ്റിയിലെ അംഗമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, സർദാർ KM പണിക്കർ എന്നുള്ളത്. എന്ന് നോക്കി, ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യം രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നിരാഹാരം കിടന്ന വ്യക്തിയുടെ പേരാണ് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയും 1948 ഇതിപ്പോൾ നമ്മൾ പറയുന്ന 1953 വന്ന പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ചാണ്. പക്ഷേ 1948 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ നിലവിൽ വന്നിരുന്നു. അപ്പോൾ ഈ കമ്മീഷൻ്റെ പേരാണ് JVP കമ്മിറ്റി എന്ന് പറയുന്നത്. JVP കമ്മിറ്റി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ നമുക്ക് JVP എന്ന് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ആൾക്കാരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഈ 3 പേരുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ കമ്മിറ്റിയുടെ പേര് വെച്ചിരിക്കുന്നത്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിനകത്തിലെ സർദാർ അദ്ദേഹത്തിന് ലഭിച്ച പദവിയാണ്. പേര് സ്റ്റാർട്ട് ചെയ്യുന്ന വല്ലഭായ് പട്ടേലിനായതുകൊണ്ട് നമുക്ക് എന്ത്? വല്ലഭായ് പട്ടേൽ എന്ന് ഓർത്തിരിക്കുക. അതായത് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നീ 3 പേരെ ചേർത്തുകൊണ്ട് 1948 കോൺഗ്രസ് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിച്ചു. അതിൻ്റെ പേരാണേത്? JVP കമ്മിറ്റി എന്ന് പറയുന്നത്. ഇന്ന് നോക്കിയേ, നമ്മളീ പറഞ്ഞ പോലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യമാണ് ഏത്? നമ്മുടെ ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ എന്നുള്ള ചോദ്യം. ഇനി ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953 നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ നിയമം നിലവിൽ വന്നത്
1956 ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 56 എന്നാൽ പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 53 ഇനി 1956 നവംബർ 1 എന്ത് വന്നത്? 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറിയുമായിട്ട് എന്ത് ചെയ്യുന്നത്? 6 യൂണിയൻ ടെറിട്ടറികളും നിലവിൽ വന്നത്. അപ്പോൾ ഇതിന് ശേഷം 15ാമത്തെ സംസ്ഥാനമായിട്ട് 1960 നിലവിൽ വന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഗുജറാത്ത് എന്ന് പറയുന്നത്. ഗുജറാത്ത് 1960 നിലവിൽ വന്നു. ഇനി 25ാമത്തെ സംസ്ഥാനമായിട്ട് ഗോവ നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1987 1987 ഗോവ എന്ത് ചെയ്യുന്നത്? 1987 ഗോവ നിലവിൽ വന്നത്. ഇനി നോക്കി, ഇന്ത്യയിൽ അവസാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് തെലങ്കാന സംസ്ഥാനമാണ്. തെലങ്കാന സംസ്ഥാനം എന്ന് നിലവിൽ വന്നു 2014 ജൂണിൽ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഏത്? തെലങ്കാന സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെലങ്കാന സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ കടൽ തീരമില്ലാത്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? തെലങ്കാന സംസ്ഥാനമാണ്. വന്ന വർഷം 2014 ഓർത്തിരിക്കുക. അപ്പം 2019 പിന്നെ നമ്മൾ ഇതിനെല്ലാം പുനഃസംഘടിപ്പിച്ച് യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റ്സും ഒക്കെ ആയി മാറ്റി, അല്ലേ? ജമ്മു കാശ്മീരിനും ലഡാക്കിനും ഒക്കെ നമ്മൾ ഒരു സ്റ്റേറ്റ് പദവിയും യൂണിയൻ ടെറിട്ടറി പദവിയൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതേപോലെ ദാമൻ ദ്വീപിനെയും ദാദ്ര നാഗർ ഹവേലിയൊക്കെ നമ്മൾ സംയോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളുമുള്ള ഒരു രാജ്യമാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നത്. 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. ഇന്ന് നോക്കിക്കേ, അടുത്തത് കൊല്ലത്തെ ചോദ്യമാണ്. അപ്പം ഞാൻ അന്നേരം നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു കുറച്ച് ക്ലൂസ് തന്നിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. ആ ടൈപ്പ് ചോദ്യമാണിത്. അതായത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് എന്നറിഞ്ഞിരുന്നാൽ തന്നെ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഓപ്ഷൻ പഠിക്കാൻ പറ്റും. അതായത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വ്യക്തിയാണ്. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇത്രയുമാണ് 4 ക്ലൂസ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലൂസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പുസ്തകങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ നോക്കി, ഇത് വെച്ച് നോക്കുമ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് കൂട്ടുനിന്നു അല്ലെങ്കിൽ അതിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന് പറയുന്നിടത്തും ഈ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ നമുക്ക് ആളെ കറക്റ്റായിട്ട് മനസ്സിലാവും. ആരാണ്? VP മേനോനാണ്. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നറിയപ്പെടുന്ന VP മേനോനാണ് എന്ത് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ബുക്ക് രചിച്ചത്. ഇദ്ദേഹമാണ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത്. ശരിക്കും ഇദ്ദേഹം ഗവർണറായി ചുമതലയേറ്റത് 1951 പക്ഷേ SCERT പുസ്തക പ്രകാരം 52 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതിനകത്ത് നമുക്ക് ചലഞ്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു VP മേനോൻ. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇതും നമ്മൾ മുമ്പേ പറഞ്ഞ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ പറയുന്ന പോലെ നാട്ടുരാജ്യ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? VP മേനോനാണെന്ന് ഓർത്തിരിക്കാം. ഇനി നോക്കിയേ, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ നാറ്റോയുടെ ചോദ്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. നാറ്റോയുടെ ചോദ്യത്തിൻ്റെ റെപ്പറ്റീഷനാണ്. അതായത് അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ജനീവയാണ് നാറ്റോയുടെ തലസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ആ ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജനീവ നമുക്ക് ആദ്യമേ വെട്ടിക്കളയാൻ പറ്റും, അല്ലേ? അപ്പോൾ അന്നേരം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു ബ്രസൽസ് ആണ് എന്തെന്ന് പറയുന്നത് നാറ്റോയുടെ തലസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ് ആണെന്ന് നമുക്ക് അറിയാം. ഇനി നോക്കി, ഞാൻ അന്നേരം ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, രൂപീകരിക്കപ്പെടുമ്പോൾ 12 രാജ്യങ്ങൾ മാത്രം അംഗമായിരുന്ന ഒരു ഓർഗനൈസേഷനാണിത്. നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ബ്രസൽസ് തന്നെയാണ്. ഇനി ഇവർക്ക് 2 ഔദ്യോഗിക ഭാഷകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ഇംഗ്ലീഷും 2 ഫ്രഞ്ചുമാണ്. അപ്പോൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകളെന്ന് പറയുന്നത്. ഇനി ഈ നാറ്റോ ആദ്യ സൈനിക ദൗത്യം നടത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോസ്നിയയാണ്. നാറ്റോ സേന ആദ്യത്തെ സൈനിക ദൗത്യം നടത്തിയ രാജ്യം ഏതാണ്? ബോസ്നിയയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതെന്താണ്? അത് കറക്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എക്സാംസിനൊക്കെ പോകുമ്പം നാറ്റോ എന്തായാലും തറവായിട്ട് പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള
റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗനൈസേഷനെ കുറിച്ചും പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നോക്കിയേ, പണ്ട് തൊട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ചോദ്യമാണ് കുറച്ച് ഓർഗനൈസേഷൻസും അതിൻ്റെ സ്ഥാപകരും. അതാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് വൈക്കം സത്യാഗ്രഹം വർഷമാണ് ചോദിച്ചതെങ്കിൽ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക എന്നാണ്. അപ്പോൾ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായിട്ടുള്ളത് ഏതാണോ അത് നമ്മൾ മാർക്ക് ചെയ്യുക. സമത്വ സമാജം നമുക്ക് കാണുമ്പോഴേ അറിയാം ആരാണ്, അയ്യങ്കാളി അല്ല, അത് വൈകുണ്ഠസ്വാമിയുടെ ഓർഗനൈസേഷനാണ്, അല്ല അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഏത്, സമത്വ സമാജം എന്ന് പറയുന്നത്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, കറക്റ്റാണ്. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, ഇത് എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. ഇത് കാണുമ്പോഴേ ഇത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ വരുമ്പോഴേ നമുക്കറിയാം 1ഉം 3ഉം തെറ്റാണെന്ന്. അടുത്തത് യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, നമ്മൾ പതിവായിട്ട് എപ്പോഴും പഠിക്കുന്ന ഓർഗനൈസേഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്, എളുപ്പമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഏതാണ്, ശരിയായവയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2ഉം 4ഉമാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ C ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, സമത്വ സമാജം നമ്മൾ പറഞ്ഞ പോലെ ആരാണ്, വൈകുണ്ഠസ്വാമികളാണ്. ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് ഏതെന്ന് പറയുന്നത് അഭിനവ കേരളം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതുപോലെ എല്ലാം ഓർഡറിൽ വർഷത്തിനനുസരിച്ച് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള പോയിന്റ്സാണ്. ആത്മവിദ്യാസംഘത്തിൻ്റെ വാഗ്ഭടാനന്ദൻ്റെ ഓർഗനൈസേഷനായ ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് ഏതെന്ന് പറയുന്നത് അഭിനവ കേരളം എന്ന് പറയുന്നത്. ഇനി ആത്മവിദ്യാസംഘം സ്ഥാപിതമായ വർഷമാണ് 1917 എന്ന് പറയുന്നത്, 1917. ഇനി ഈ ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മവിദ്യ. നമ്മൾ അന്ന് ക്ലാസ്സിൽ പഠിച്ച പോയിന്റിൽ നിന്ന് എക്സ്ട്രാ ഒരു പോയിന്റ് പോലും ചോദിച്ചിട്ടില്ല, അന്ന് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണിത്. അപ്പം ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഏതെന്ന് പറയുന്നത് ആത്മവിദ്യ. അതേപോലെ തന്നെ ഈ ചോദ്യം ഇത് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന ഫേസുകളിൽ, അതായത് പത്തനംതിട്ട LDCക്ക് വന്ന ചോദ്യമാണ് വിദ്യാഭൂഷണി എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 ജില്ലകളുടെ അല്ലെങ്കിൽ അടുത്ത 2 ഫേസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നു സഹോദരൻ പ്രസ്ഥാനം ആരുടെയാണെന്ന്. അതാരുടെയാണ്, സഹോദരൻ അയ്യപ്പൻ്റെ പ്രസ്ഥാനമാണ് ഇത് സഹോദര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് 2 പ്രസ്ഥാനം കൂടിയോ, മറ്റൊരു പ്രസ്ഥാനമാണ് ഇത് മിശ്രഭോജന പ്രസ്ഥാനം. മിശ്രഭോജനോ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആരുടെയാണ്, സഹോദരൻ അയ്യപ്പൻ. അതായത് കാസ്റ്റിന് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരെയും വിളിച്ച് മിശ്രഭോജനം നടത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക സംഘടനയായിരുന്നു വിദ്യാഭൂഷണി. ഇതിൻ്റെ തന്നെ റിലേറ്റഡ് ഫാക്ട്സിൽ നിന്ന് പത്തനംതിട്ട ജില്ലയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണിത്. അപ്പം വിദ്യാഭൂഷണി എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ പ്രസ്ഥാനമാണ്, ഒരു സാംസ്കാരിക സംഘടനയാണ്. ഇനി സഹോദര പ്രസ്ഥാനം മിശ്രഭോജനം പ്രസ്ഥാനം എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനാണ് ഈ 2 പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തത്. ഇനി ഈ പറയുന്ന സഹോദര സംഘം സ്ഥാപിച്ചതും എന്ന് തന്നെയാണ് 1917. ഈ ഒരു ഡേറ്റ് നമ്മളിപ്പോൾ കണ്ടു അല്ലേ, ഈ ഒരു ഡേറ്റ് നമ്മൾ കണ്ടു. എവിടെ കണ്ടു, നമ്മുടെ ആത്മവിദ്യാസംഘം സ്ഥാപിതമായത് 1917 കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ സഹോദര സംഘവും ഏത് വർഷമാണ്, 1917 എന്ത് ചെയ്ത് സ്ഥാപിച്ചത്. അപ്പോൾ സഹോദര സംഘത്തിൻ്റെ മുഖപത്രമായ സഹോദരൻ ആരംഭിച്ചതും 1917. ഇനി നമ്മൾ നോക്കുന്നത് യോഗക്ഷേമ സഭയെക്കുറിച്ചാണ്. ശരിക്കും ഈ യോഗക്ഷേമ സഭ സ്ഥാപിച്ച വ്യക്തി അല്ല VT ഭട്ടതിരിപ്പാട്, അദ്ദേഹം അതിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. പക്ഷേ PSCയുടെ ആൻസർ പ്രകാരം യോഗക്ഷേമ സഭ ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VT ഭട്ടതിരിപ്പാട് എന്ന ഓപ്ഷനാണ് കറക്റ്റായി ഉള്ള ഓപ്ഷനായിട്ട് എപ്പോഴും കൊടുക്കാറ്. അപ്പോൾ ഈ യോഗക്ഷേമ സഭ സ്ഥാപിച്ച വർഷം 1908. ഇതിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമാണ് ഏത്, യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇപ്പം നമ്മൾ അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ, അയ്യങ്കാളി സഹോദര പ്രസ്ഥാനം ആരാണെന്ന് സമത്വ സമാജം അയ്യങ്കാളിയാണെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. പക്ഷെ അയ്യങ്കാളിയുടെ മറ്റൊരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത് സാധുജന പരിപാലന സംഘം. 1907 അദ്ദേഹം രൂപം നൽകിയ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ഇതിൻ്റെ മുഖപത്രമാണ് ഏത്, സാധുജന പരിപാലനി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത്രയും പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, കേരള ചരിത്രം എടുത്തു നോക്കിയാൽ PSC റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അതും അതിൻ്റെ വർഷങ്ങളും സ്ഥാപകരും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് വെച്ച് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഒരു ഫേസ് വൈസായിട്ടുള്ള നമ്മുടെ PYQ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, ഇനി നോക്കിക്കേ,
ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് രേഖപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കും എന്നത് അതിനകത്തിലെ ഒരു സജഷനായിട്ട് പറയുന്നു. രണ്ടാമത്, ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനൊരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അടുത്തത്, പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പം നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ലയിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തീരുമാനിക്കുമെന്ന് പറയുന്ന സജഷനാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. അതായത് ഇത് ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്. ബാക്കി ബംഗാളും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് അതിർത്തി നിർണ്ണയ കമ്മീഷനുണ്ട്. അതേപോലെ തന്നെ പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് അവരാവശ്യപ്പെടുകയാണെങ്കിൽ മറ്റൊരു രാജ്യം, പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതിനകത്തുണ്ട്? മൗണ്ട് ബാറ്റനകത്ത് ഉണ്ട്. അപ്പോൾ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി വേറെ 2-3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് പേരുകളാണ് ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി, ബാൽക്കൺ പദ്ധതി. അപ്പോൾ ഇനിയിപ്പം മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയൂ എന്നുള്ളത് ഇപ്പോൾ ഇത് വേണ്ട. ജൂൺ 3 പദ്ധതി എന്ന് ചോദിച്ചാലും ഡിക്കി ബേർഡ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാലും ബാൽക്കൺ പദ്ധതി എന്ന് ചോദിച്ചാലും അതെല്ലാം ഏത് തന്നെയാണ്? നമ്മുടെ മൗണ്ട് ബാറ്റൺ പദ്ധതികളുടെ പല പേരുകളാണ്. ഇനി ഈ ബാൽക്കൺ പദ്ധതി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. ക്ലെമന്റ് ആറ്റ്ലിയാണ് നമ്മുടെ ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ക്ലെമന്റ് ആറ്റ്ലിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്രഞ്ച് വിപ്ലവമായ ചോദ്യമാണ്. അപ്പം ഫ്രഞ്ച് വിപ്ലവം നമുക്ക് നേരത്തെയും ചോദിച്ചിരുന്നു, ട്രിവാൻഡ്രത്തും ചോദിച്ചിരുന്നു, അതേപോലെ കൊല്ലത്ത് ചോദിച്ച ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി മാത്രമാണ് ചോദിച്ചതെങ്കിൽ അവിടെ 4 വിപ്ലവത്തിൽ നിന്നാണ് ചോദിച്ചത്. അല്ല, 3 വിപ്ലവത്തിൽ നിന്ന് 4 ചോദ്യമായിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നോക്കി, ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഇത് ആരുടെ കോട്ടാണെന്ന് PSC നേരത്തെ പ്രീവിയസ് ആയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലൂയി 11 എന്നാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ശരിയായതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ലൂയി 14 പറഞ്ഞത് എന്ത്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് മേരി ആൻറ്റോയിനറ്റ് ആണ്. ഈ മേരി ആൻറ്റോയിനറ്റിനെ കുറിച്ച് PSC ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ഇത് അവരുടെ കോട്ടാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്നുള്ളത് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലൂയി 16 ഭാര്യയാണ് ആര്? മേരി ആൻറ്റോയിനറ്റ് എന്ന് പറയുന്നത്. സുന്ദരിയാണ്, പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അന്ന് അങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? മേരി ആൻറ്റോയിനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ശരിയായ ഉത്തരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഓപ്ഷൻ എന്താ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കും, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്, 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഇനി ഇവിടെ നോക്കുമ്പം 2ഉം 3ഉം ശരി വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. എന്ന് നോക്കിയേ, ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ വർഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വർഷമാണ് 1789 ജൂൺ 20. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. 1 എഴുതിയിട്ട് 7, 8, 9 എന്ന് എഴുതുമ്പോൾ എന്താവുമെന്ന് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷമാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. അതേപോലെ ഉള്ളൊരു സംഭവമാണ് ബാസ്റ്റൺ ജയിൽ തകർത്തത്. ഈ ബാസ്റ്റൺ ജയിൽ തകർത്ത വർഷം ഏതാണ്? 1789 ജൂലൈ 14 ജൂൺ 20 ടെന്നീസ് കോർട്ടിൽ വെച്ച് പ്രതിജ്ഞ എടുക്കുന്നു. ജൂലൈ 14 എന്ത് ചെയ്യുന്നു? ബാസ്റ്റൺ ജയിൽ തകർക്കുന്നു. അപ്പം ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നതിൽ ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിവസം തന്നെയാണ്. ബാസ്റ്റൺ ജയിൽ തകർത്ത ദിവസമാണ് എന്ത് ചെയ്യുന്നത്? അവർ ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. ഇനി നോക്കിയേ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 3 കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച വിപ്ലവമാണ് ഇതെന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ വിപ്ലവമാണ് ഏതെന്ന് പറയുന്നത്? ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ 1789 ഫ്രഞ്ച് വിപ്ലവം എന്ന് ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരുപാട് വട്ടം BSc ചോദിച്ചിട്ടുള്ള 2 ഡേറ്റുകളാണ്. ഒന്ന് ജൂൺ 20, 2 ജൂലൈ 14 എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നോക്കിക്കേ, ഇനി ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്നത്. അതായത് ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നിങ്ങനെ 3 വിശേഷണം ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഈ 3 വിശേഷണങ്ങളും PSc പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നതിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് PSc ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കോട്ട്സാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ കോട്ട്സ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് കൊടുത്താണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്നുള്ളത് നെപ്പോളിയൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞതും നെപ്പോളിയനാണ്. ഇനി നോക്കി, ശത്രു പിഴവ് വരുത്തുമ്പോൾ നമ്മളത് തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞതും നെപ്പോളിയനാണ്. അപ്പോൾ ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ഒക്കെ ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും നെപ്പോളിയനാണ്. പൊതുകടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് ആരുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെപ്പോളിയനുമായി ബന്ധപ്പെട്ടതാണ്. ഏത്? പൊതുകടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് നെപ്പോളിയനാണ്. നെപ്പോളിയൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പാരീസിലെ ലെസ് ഇൻവാലിഡ്സിലാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൊല്ലം, ട്രിവാൻഡ്രം, LDCയിലെ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള റിലേറ്റഡ് ഫാക്ട്സ്. ഇപ്പം ഞാൻ പറഞ്ഞ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ പോയിൻറ്സും പറഞ്ഞിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അടുത്ത ഒരു സീരീസിൽ അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ നമ്മൾ അടുത്ത 2 ഫേസിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് കാണാം. താങ്ക്